ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട്. എല്ലാവരുടെയും ചായ ഒക്കെ കുടിച്ച് പുറത്തിരിക്കുകയാണ്. കുഞ്ഞാൻ വന്നിട്ടുണ്ട്. 5 പിള്ളേരില്ല, ലീവായതുകൊണ്ട് വീട്ടിൽ പോയിരിക്കുകയാണ്. നമ്മൾ ഇന്നൊരു സിനിമയ്ക്ക് പോവാണ്. കുറച്ച് നാളത്തേക്ക് ശേഷം, കുറച്ച് നാളത്തേക്ക് വലിയ നാളത്തേക്കൊന്നുമല്ല. ലാസ്റ്റ് കണ്ട സിനിമ ഏതായിരുന്നു? ലോകയായിരുന്നു കേട്ടോ. ലോക കണ്ടതിന് ശേഷം ഇപ്പം കാന്താര ഇറങ്ങിയിട്ടുണ്ട്. കാന്താരയ്ക്ക് ഭയങ്കര റിവ്യൂസ് ഒക്കെയാണ്. പോയി കണ്ടവര് ഫ്രണ്ട്സുകളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അതിന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ അഞ്ചു ചേച്ചി ഓൾറെഡി വീട്ടിലാണ്. അപ്പൊ അവൾ അവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ട്. 9 മണിയുടെ ഷോ ആണ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഒരു 8 മണിക്കെങ്കിലും ഇറങ്ങണം. വേറെ ഒന്നല്ല, 8 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 8:30 ആകുമ്പോൾ വീട്ടിലെത്തും. പിന്നെ അവിടുന്ന് ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ അവിടെ ചെല്ലുണ്ടെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിക്കാം. എങ്ങനെ പോലെ 8 മണി 8:30-ക്കുള്ളിൽ ഹെല്ലല്ല 9 മണിക്കുള്ള ഷോ. അപ്പൊ 8 മണി ഇറങ്ങി ശരിയാവില്ല. അവിടെ ചെന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ 7:30 ഇറങ്ങണം. നല്ലോണം 8 മണിക്ക് എത്തി ഫുഡൊക്കെ കഴിഞ്ഞ് 8:30 ഇറങ്ങിയിട്ട് 9 മണിയാകുമ്പോൾ ഇതിലെത്തുള്ളൂ. നിങ്ങൾക്കൊക്കെ മനസ്സിലായ? നിങ്ങൾക്ക് വട്ടമൊന്നും ഉണ്ടാവില്ല വിട്ടേക്ക്. അപ്പോൾ ഇവിടെ കുറച്ച് പണികളൊക്കെ ചെയ്തേക്കാനുണ്ട്. കുറച്ച് പാത്രങ്ങളൊക്കെ കഴിക്കാനുണ്ട്. പിള്ളേരെ മേലേൽപ്പിക്കണം, പിള്ളേരെ ഡ്രസ്സ് എടുപ്പിക്കണം. പിന്നെ അമ്മയ്ക്ക് വൈകുന്നേരത്തേക്കുള്ള ഫുഡൊന്ന് സെറ്റാക്കി കൊടുക്കും. ദോശമാവ് ഉണ്ട് ബാക്കി. അപ്പം ഞാൻ പോണേക്കാളും മുന്നായിട്ട് ദോശ ചുട്ടിരിക്കുകയാണെങ്കിൽ അപ്പം അമ്മയ്ക്ക് അത് കഴിക്കാം. ചമ്മന്തി കാലത്തേൻ്റെ ബാക്കിയുണ്ട്. അച്ഛന് മീൻ കൂട്ടാനും അതേപോലെ തന്നെ ചോറും ഉണ്ട്. അപ്പൊ പിന്നെ ആ കാര്യത്തിൽ ഡോണ്ട് വറി. ഞങ്ങൾ എന്തായാലും ഒരു 12 മണി ആകുമ്പോഴേക്ക് എത്തും. 9 മണി ഷോ ആയാലും 10 വരുന്ന 12 ആ ഒരു ടൈം ആകുമ്പോഴേക്കും എന്തായാലും എത്തും. നമ്മുടെ പണികൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. കമോൺ. ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി. ഞാൻ സാധാരണ ഇവരായിട്ട് പോകുമ്പോൾ റൂമിൽ പോകും, ഇവർ ഉറക്കിയതിന് ശേഷം. എന്നിട്ട് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാനിരിക്കും, അല്ലെങ്കിൽ പുതിയ വീഡിയോസ് എന്തായാലും ചുമ്മാ കണ്ടന്റുകൾ നോക്കും. അങ്ങനെയൊക്കെ ആയപ്പോഴേക്ക് 2 മണിക്കൂർ പോവും. അപ്പോൾ എനിക്ക് ഉറങ്ങാനുള്ള സമയം ഉണ്ടാവില്ല. ഇന്ന് എനിക്ക് ഭയങ്കര കൊതിന്നൊന്ന് ഉറങ്ങണം. അപ്പോൾ ഒരു വീഡിയോ ചെറുതായിട്ട് ഷോർട്സ് ഉണ്ടായിരുന്നുള്ളൂ, അത് എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഉറങ്ങും. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഭയങ്കര സുഖമല്ലേ, എന്താ വീഡിയോസ് എടുക്കുക, വീഡിയോ ഇടുക. പക്ഷെ ഇതിന് പിന്നിൽ ഭയങ്കരമായ എഫേർട്ട് ഉണ്ട് മക്കളെ, ഉണ്ട്. അത് എങ്ങനെയാണ്, അത് ഓരോ ജോലിക്കും ഓരോ എഫേർട്ടുള്ള പോലെ ഇതിനും നല്ല എഫേർട്ട് ഉണ്ട്. നമ്മൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. വീട്ടിലിരുന്നാലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ടായാലും നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും. അപ്പോൾ ഓരോ വീഡിയോസ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. ഈവൻ പ്രൊമോഷൻ ആണെങ്കിലും ഒരു പ്രാവശ്യം ചെയ്ത് കൊടുത്തപ്പോൾ ഒരു 10 പ്രാവശ്യം എഡിറ്റിങ് പറയും. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വരും കുറച്ച് പാത്രങ്ങൾ കഴുകി വയ്ക്കാം. ആണെങ്കിൽ പുറത്ത് കളിക്കാട്ടാ. പിന്നെ ഗൈസ്, എൻ്റെ മുടി ഞാൻ ഒരു 2 മാസം മുന്നേ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെട്ടിയതിന് ശേഷം ഫ്രണ്ടിനെ കുറച്ച് മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. ആ മുടി മാത്രം നല്ല ഭംഗിയിൽ വളരുന്നുണ്ട്. എന്നോട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് എന്ത് വെച്ചിട്ടാണ് മുടി സെറ്റ് ചെയ്യണമെന്നൊക്കെ. ഞാൻ ഒന്നും വെച്ച് മുടി സെറ്റ് ചെയ്യാറില്ല, വെറുതെ വീര. പക്ഷെ ഇപ്പൊ ഈ മുടി മാത്രം കണ്ടില്ലേ, കുറച്ച് ഭംഗിയിൽ വളരുന്നു. അതായത് എൻ്റെ ഓൾറെഡി ചുരുണ്ട മുടിയാണ്, പക്ഷെ ഈ മുടി ചുരുളാട് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നു. പക്ഷെ ബാക്കിത്തെ മുടി എൻ്റെ പഴയ മുടി തന്നെയാണ്. വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്, കളർ ചെയ്തേണ്ടതായിട്ട്. അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. പക്ഷെ ഈ മുടി ഫ്രണ്ടിൽ വളരുന്ന ഈ ഒരു മുടി കണ്ട, ഈ ഒരു മുടിക്ക് മാത്രം എന്തൊരു പ്രത്യേകത. അതെല്ലാം മുടിക്കും വന്നിരുന്നേ. ഓക്കെ, വാ പണി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്കിപ്പോൾ ചായ കുടിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ അടുക്കളയും കാര്യങ്ങളൊന്നും സെറ്റാക്കി വെക്കട്ടെ. അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും വരാൻ പറ്റില്ല. കാരണം അച്ഛനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അമ്മ ഒറ്റയ്ക്കാവില്ലേ. അപ്പം അമ്മയുടെ ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം, ഈ റെസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീണ്ടും പഴയതുപോലെ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് ഉച്ചക്കലത്തെ കറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ വറുത്തതുണ്ട്. പൊരിയിലൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, പച്ചക്കറി ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല. കാരണം എനിക്കാണെങ്കിൽ ചേട്ടനും അച്ഛനായാലും മീൻ കൂട്ടാനും മീൻ വറുത്തുണ്ടെങ്കിൽ ധാരാളമാണ് കേട്ടോ. അപ്പോൾ കാലത്ത് നമുക്ക് ദോശയായിരുന്നു. അപ്പോൾ ദോശമാവ് കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട്, അത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കട്ടെ. അതാവുമ്പോൾ അമ്മയ്ക്ക് വൈകിട്ട് പോണേക്കാൾ മുന്നേ ചുട്ട് കൊടുക്കാമല്ലോ. അപ്പം അത് കഴിച്ചോളും. എനിക്ക് തോന്നണില്ല, ചിലപ്പോൾ അമ്മ അത് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കും. ഇനി നമുക്ക് ചുട്ട് വയ്ക്കും, അച്ഛനായാലും കഴിച്ചോളും. അപ്പോൾ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ, ചായ വെച്ചതും ഗ്ലാസ്സുകളും മാത്രമേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പണിയാട്ടോ പാത്രം കഴുകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ. പാത്രം കഴുകുമ്പോൾ എത്ര പാത്രം ഉണ്ടായാലും ഞാൻ അറിയില്ല അത് കഴുകി തീരുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ആലോചിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ അഞ്ചുൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ അതങ്ങോട്ട് പെട്ടെന്ന് ഫിനിഷ് ആവും കേട്ടോ. അപ്പോൾ അതേ വിളക്ക് വയ്ക്കുന്ന സമയമായിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ വിളക്ക് വയ്ക്കുമ്പോൾ ഓൾറെഡി ഈ സമയത്ത് തുടച്ചാണ് നമ്മൾ സിറ്റ് ഔട്ട് ഫുള്ളും. എന്നാലും ഉണ്ണികളൊക്കെ ഒന്ന് ചവിട്ടി കയറിയിട്ട് അവിടെ അഴുക്കാവെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും കൂടി ആ ഒരു വിളക്ക് വയ്ക്കുന്ന ആ ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് തുടയ്ക്കും. എല്ലാവരും വീട്ടിലും എങ്ങനെയാണെന്ന് അറിയില്ല. ചിലവരൊക്കെ പറഞ്ഞേക്കാറില്ല നമ്മൾ വൈകുന്നേരം ആകുമ്പോഴും അടിക്കരുത്, അടിച്ചു വാരിട്ട് നമ്മൾ ആ സാധനം ഇടുമ്പോഴുണ്ടല്ലോ, വേസ്റ്റ് ഇടുന്നത് എന്തോ കാരണവന്മാരുടെയോ ദൈവത്തിങ്ങളുടെ മേത്താണ് വന്ന് വീഴാന്നൊക്കെ അമ്മാമ്മ പണ്ട് പറഞ്ഞിട്ട് ഓർമ്മയുണ്ട് കേട്ടോ. അപ്പം നമ്മളതേ വിളക്കും മൊന്തൊക്കെ എടുത്ത് വെക്കട്ടെ. ഇപ്പം
ഇപ്പോൾ സമയം 6:15 കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ ഒന്ന് തുടയ്ക്കട്ടെ. അതുപോലെ തന്നെ മുന്തലൊക്കെ നമുക്ക് വെള്ളം നിറയ്ക്കും. ആദ്യം നമ്മൾ മുന്തയത്തെ വെള്ളം കൊണ്ടുപോയിട്ട് സിറ്റ് ഔട്ടിൽ വെക്കും. എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ വീട്ടിൽ എങ്ങനെയല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഡയറക്റ്റ് വിളക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആദ്യം മുന്തയിൽ വെള്ളം വെച്ച് പിന്നെ തളികയുടെ മുകളിലാണ് നമ്മൾ വിളക്കൊക്കെ വെക്കുന്നത്. നമ്മൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാറുണ്ട്. കാരണം ഒരു 7 മണിക്കെങ്കിലും ഇവിടെ ഇറങ്ങിയാലാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 8:30 ആകുമ്പോഴേക്കും നമ്മൾ ഇടമുട്ടത്ത് എത്തിയിട്ട് അവിടെ നമ്മളൊരു 9 മണി ആകുമ്പോഴേക്കും തൃപ്പേറെത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം കറക്റ്റ് 6:30 ആയിട്ടുണ്ട്. വേഗം വിളക്ക് കാട്ടണം. എന്നാലേ പിള്ളേരൊക്കെ മേലെ ഇടിപ്പിച്ച് ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഇവന്മാർക്ക് ഇവിടുന്ന് ഫുഡ് കൊടുക്കണമെന്നാണെങ്കിൽ അതെന്തായാലും 7 മണിക്ക് ഇറങ്ങുള്ളൂ. നമ്മൾ 8 മണിക്ക് ഇറങ്ങുള്ളൂ. നമ്മൾ പോകണം വഴിക്ക് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിലാട്ടോ. അപ്പോൾ നമ്മളിവിടെ പുതിയൊരു ചായയെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാനാണ് വിചാരം. അപ്പോൾ വേഗം വിളക്ക് കാട്ടട്ടെ. അപ്പോൾ കുഞ്ഞാവനെ ചിരിപ്പിക്കുക. കീത്തു ഭയങ്കര മോഡേൺ ഡ്രസ്സും ട്രഡീഷണൽ കാര്യങ്ങളാണല്ലോ ചെയ്യില്ല. അപ്പം ഞാൻ പറയുമ്പോൾ അടുക്കള വിളക്കാട്ടുന്ന നേരത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ദൈവം കോപിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെല്ലാട്ടോ വിളക്ക് കാട്ടിട്ട്. നീലചേട്ടൻ അപ്പുറത്ത് രണ്ടെണ്ണത്തിനെയും കുളിപ്പിക്കുന്നുണ്ട്. വെറുതെ മേലേപ്പിക്കുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ഒരു മേലയിൽ കഴിഞ്ഞതാണ് തൈരൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ വെറുതെ മേത്ത് വെള്ളം കൂടി വയ്ക്കുന്നുള്ളൂ. ഇതിപ്പോൾ അയിൻകുട്ടൻ്റെ ആദ്യം മേലയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിള്ളേരുടെയും എൻ്റെ നീൽച്ചാൻ്റെ ഒക്കെ ഡ്രസ്സ് തേക്കിട്ടെ കേട്ടോ. ഇത് നമ്മൾ ഗോവയ്ക്ക് പോകാൻ എടുത്തൊരു ഷർട്ടായിരുന്നു. നമ്മൾ എനിക്ക് തോന്നുന്നു ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രാവശ്യം അല്ലുക്കുട്ടനെ ഇടിപ്പിക്കുക. ഇതൊരു ഗോവ ഡ്രസ്സ് തന്നെയാണ്. അങ്ങനത്തെയാണ് ഇതിൻ്റെ കളറും എൻ്റെ പാറ്റേണൊക്കെ വരുന്നത്. അപ്പോൾ വേഗം തേപ്പിക്കട്ടെ. ചിലപ്പോൾ ഇതിന് വേണ്ടി തല്ലോടും. കാരണം ന്യൂ വൺ ആണല്ലോ, 2 പേർക്കും വേണമെന്ന് പറയട്ടെ. അപ്പോൾ അതിനും ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദോശമാവേ ഉള്ളൂ. ഒരു 3 ദോശയ്ക്കുള്ളതുള്ളൂ. അത് ചുട്ട് വെക്കട്ടെ. അത് അമ്മയായാലും അച്ഛനായാലും കഴിച്ചോളും. ഞാൻ ദോശ ചോറിനെ കണ്ടിട്ട് നമ്മുടെ അല്ലുക്കുട്ടനെ അവിടുന്ന് പാപ്പെന്ന് പറയണ എനിക്ക് തോന്നുന്നു വിശക്കുന്നുണ്ട്. ഉച്ചരിഞ്ഞിട്ട് വലിയ രീതിയിലൊന്നും കഴിച്ചിട്ടില്ല. കുറച്ച് മിച്ചറും ചായയും മാത്രമേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് കാണാൻ പോകുന്ന സിനിമേനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി പേര് ഭയങ്കര അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഫസ്റ്റത്തത് ഓർമ്മയില്ല. ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് ഓർമ്മയില്ല. കണ്ടതൊക്കെ കണ്ടിട്ടുണ്ട്. അതിലേക്ക് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഇഷ്ടമാണ്. തുള്ളുന്ന സംഭവങ്ങളൊക്കെ ബാലൻസ് കുഞ്ഞു ദോശ കണ്ടോ ശരി. 1 3 അയിനെ പറയടി. ഞാൻ ഈൽച്ചാൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്കതിൻ്റെ ഫസ്റ്റത്തെ അത്ര വലിയ ഓർമ്മയില്ല. അപ്പം അതിന് കണക്റ്റഡ് ആയിരിക്കും സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഈൽച്ചാൻ എനിക്കും ഒരു ഐഡിയയിലേക്ക് എത്തും. പക്ഷെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു എന്തായാലും പോയി കാണുന്നത്. അപ്പോൾ അതേ മേക്കപ്പും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയായാലും പകലായാലും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. അതങ്ങനെ യൂസ് ചെയ്യണം എന്നാണ് അതിൻ്റെ ഒരു ഇത്. കാരണം നൈറ്റ് ആയാലും എന്തൊക്കെയോ റൈസൊക്കെ ഉണ്ട്. അത്ര നല്ലതാണ് യൂസ് ചെയ്യുക. അപ്പോൾ ലാക്മേൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഞാൻ നേരത്തെ ദോശ ചുട്ടപ്പോൾ അയിനൂസ് ഓയിലോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ദോശ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. അപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പേരും ഡ്രസ്സ് ഇടിപ്പിച്ചിട്ടുണ്ട്. 2 പേർക്കും അല്ലുവിൻ്റെ ഡ്രസ്സിന് ഇടിപ്പിച്ചത്. അപ്പോൾ അയിനൂന് പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അയിനൂന് തന്നെ ഡ്രസ്സ് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് കുറച്ച് ബുദ്ധിമുട്ടായാണ്. ഇപ്പം അല്ലൂനല്ലേ ഇട്ടിട്ടുള്ളത്. ഭാഗ്യം അല്ലൂനും അത് ഇഷ്യൂ ഉണ്ടായില്ലേ. അല്ലെങ്കിൽ അല്ലത് ഇഷ്യൂ ആക്കി മാറ്റിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങട്ടെ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ചുരിദാർ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. ചുരിദാറും ഈ ബാഗും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. 2 സൈഡ് ബാഗ്. വേണ്ടവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ കൊടുക്കുക. നല്ല ബാഗാട്ടോ. കുറഞ്ഞ പ്രൈസേ ഉള്ളൂ. ഇതിന് നല്ല മെറ്റീരിയലൊക്കെയാണ്. അപ്പോൾ ഇതിന് ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഒരു വലിയ സിബും അപ്പുറത്തൊക്കെ ആയിട്ട് 2-3-4 സിബുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ണികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് കൊണ്ടുപോകാനും അതല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോകുമ്പോൾ 2 സൈഡ് പോകാൻ നല്ല കേട്ടോ. ഇപ്പം 7:25 ആയിട്ടുള്ളൂ. പോണ വഴിക്ക് നൈസായിട്ട് എന്തെങ്കിലും ഒരു ചായ കപ്പി ഫുഡ് കഴിച്ചിട്ട് വേണം അങ്ങോട്ട് പോകണമെങ്കിൽ. അവിടെ ചെന്നിട്ട് 5 മണിയൊക്കെ എടുത്തതിന് ശേഷം വരുന്ന വഴിക്കാണ് അമ്മയുടെ ഷോപ്പുള്ളത്. അമ്മേനെ കൂടി പിക്ക് ചെയ്യണം. ആക്ച്വലി ഡോക്ടർ ഇരിക്കുന്ന ദിവസമാണ്. അമ്മേനോട് ചോദിക്കാണ്ട് മീൻസ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അവർ ബുക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ ഓക്കെ എന്ന് പറഞ്ഞിട്ടെ 3:45 മാക്സിമം ഇറങ്ങാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 9 മണിക്കാണ് ഷോ. ഞങ്ങൾക്ക് ഒരു 15 മിനിറ്റ് മതി തൃപ്പയാർക്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
നമ്മളപ്പോൾ ബീച്ച് റോഡ് പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ചായലോക്കാണ് പോണത്. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ചിക്കൻ ഐറ്റംസ് അവിടെ ഉണ്ടാവുള്ളൂ. ബ്രോസ്റ്റഡ് ചിക്കൻ അല്ലെങ്കിൽ ഷവായ പറയാൻ വിചാരിച്ചു. ഞാൻ അങ്ങനെ ഒരു ബ്രോസ്റ്റഡിന് അല്ലെങ്കിൽ ഷവായയുടെ ഒരു ഫാനല്ല. പക്ഷെ അഞ്ജുനും ചേട്ടനും നീൽ ചേട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ബ്രോസ്റ്റഡ് ഷവായൊക്കെ, മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് അത്ര വലിയ താല്പര്യമില്ല. എനിക്ക് എപ്പോഴും ബിരിയാണി, ഫ്രൈഡ് റൈസ്, ബീഫ് കറിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ഇതേപോലെ പോകുമ്പോൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതേ നമ്മളിവിടെ വന്നിട്ട് ഓർഡർ കൊടുത്തപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:45 ആവുന്നുണ്ട്. അപ്പോൾ വേഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി അപ്പോൾ 2 പേർക്കും ഫോൺ കൊടുക്കാമെന്നുള്ള പദ്ധതിയിലാണ്. വേറെ നല്ല അല്ലെങ്കിൽ ഇവിടെ ഓടി നടക്കും. അപ്പുറത്ത് ഹൈവേ, തൊട്ടപ്പുറത്ത് ഹൈവേ ഒക്കെ അല്ലേ. അപ്പോൾ അതേ ബ്രോസ്റ്റഡ് വന്നിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ. ഇവിടെ പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല, ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ സമയം 8:10 ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതേ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് നിഖിൽ ചേട്ടൻ ബില്ല് കൊടുക്കാൻ പോവാണ്. അവിടെയാണെങ്കിൽ ഇതേ ഷവായി ഇങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അത് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ സമയം 8:10 ആയിട്ടുണ്ട്. ഒരു 8:30-8:45 കൂടിയിട്ട് അവിടെ എത്താന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അയ്യോ, ചെക്കന്മാരൊക്കെ ഇപ്പൊ ഭയങ്കര ഡീസെന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. തന്നെ അവിടെ ചെന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു. ഹലോ, ആരാ അവിടെ ഉള്ളത്? പിന്നെ അല്ലട്ടാ അയിനു, അവിടെ ആരാ ഉള്ളത്? ആ പൂവ, അവിടെ ആരാ ഉള്ളതെന്ന് പറയ പൊന്നെ. അമ്മാമ്മയുടെ പേരെന്താ? അച്ചി കുച്ചി മുച്ചി. അല്ലോ, അവിടെ ആരാ ഉള്ളത്? അമ്മാമ്മയുടെ പേരെന്താ? അച്ചി. അമ്മയുടെ പേരെന്താ? അയ്യോ, അയിനു. അമ്മയുടെ പേരെന്താ? അയിനോ. അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേരെന്താ? അതമ്മയുടെ പേര് കൂത്തു. അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് പേരെന്താ? അമ്മ എന്തുട്ട് അച്ഛനെ വിളിക്കുക? അമ്മ എന്തുട്ട് അച്ഛനെ വിളിക്കുക? നിക്കി പറയേ, എന്നിട്ട് വിളിക്കമ്മ. ഞാൻ നോക്കിയപ്പോ എനിക്ക് ബാക്ക് സൈഡിൽ ഞാൻ പെട്ടെന്ന് ഞെട്ടി. ആ ബാക്ക് സൈഡിൽ നോക്കട്ടെ, നിന്റെ മോനെ നോക്കട്ടെ കുട്ടാ. അയ്യോ, അമ്മ വരുമ്പല്ലേ അമ്മ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്റെ മോൻ എത്ര വലുതായെന്ന് ആലോചിക്കും നിങ്ങള്. അമ്മ ഒന്ന് വാ. നമ്മളിവിടെ 8:30 വന്നതായിട്ടോ. അപ്പം അമ്മയ്ക്ക് എന്നാണെങ്കിൽ ഡോക്ടർ ഇരിക്കുന്ന ദിവസമാണ്. അത്യാവശ്യം പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും വരാനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ തന്നെ അഞ്ചുമായിട്ടൊക്കെ കാറിൽ പോയപ്പോൾ അവരോട് പൊക്കോളം പറഞ്ഞു. അവരോട് നേരെ പോയി സീറ്റിൽ ഇരുത്തോളാൻ പറഞ്ഞു. അപ്പം അമ്മേരെ ഞങ്ങൾ ചെന്ന് വന്നിട്ടുണ്ടെന്ന് പറയാൻ പോയില്ല. അമ്മേരെ കഴിഞ്ഞ് വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ സമയം ഇപ്പോൾ 8:55 ആയിട്ടുണ്ട്. അപ്പോഴാണ് അമ്മ ഇറങ്ങിയത്. ഒരു 5 മിനിറ്റോട് തൃപ്തിയാറ് എത്തണം. പിന്നെന്താണ്, അമ്മയ്ക്ക് ഇതേ ഞാൻ പഴം എടുത്ത് കൊടുത്തു. കാരണം ഇനി അങ്ങോട്ട് ഉള്ളിലേക്ക് ഈ പഴമോ സംഭവങ്ങളൊന്നും കയറ്റില്ല, ഫുഡ് ഐറ്റംസ് ഒന്നും കയറ്റില്ല. അപ്പോൾ അതങ്ങനെ അയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ വേഗം കഴിച്ചോട്ടെ. അമ്മ ഒന്നാമത് നൈറ്റ് ഫുഡ് കഴിക്കില്ല, അതുകൊണ്ടാണ് പഴം അല്ലെങ്കിൽ ആപ്പിൾ എടുത്ത് വെച്ചത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ലെന്നേ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ലേറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് കാർ കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇപ്പോഴത്തെ ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങിയ കാർ എടുക്കണോന്ന് ഞങ്ങൾ നോക്കിക്കായിരുന്നു. അങ്ങനെ കിട്ടി, നമ്മൾ കയറി. ഇപ്പം അതേ ഇൻ്റർവെല്ലായിട്ടുണ്ട്. അടിപൊളി പടം. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. കോമഡിക്ക് കോമഡി, റൊമാൻസ്, കഥയ്ക്കായിട്ട് അടിപൊളി. എന്താ പറയുക, നല്ലൊരു ഇതുവരെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനിത് വേറെ എന്തൊക്കെയോ ഒരു ത്രെഡായിരിക്കും എന്നാണ് വിചാരിച്ച്, വേറെ എന്തൊക്കെയോ ഒരു സ്റ്റോറി ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇൻ്റർവെല്ലായപ്പോൾ ഇവർ പോപ്കോൺ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. പോപ്കോണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പ്രത്യേകിച്ച് എനിക്ക് ചീസ് പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്. ക്യാരമൽ അത്ര ഇഷ്ടമല്ല, ഒരു കരിഞ്ഞ ടേസ്റ്റൊക്കെയാണ്. പക്ഷേ ചീസ് പോപ്കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഗൈസ് പടം കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അവസാനത്തെ ഒരു ക്ലൈമാക്സിൽ 10 മിനിറ്റ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അതാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് സീൻ. അത് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം. ചുമ്മാ പറയുന്നതല്ല, നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ പൈസയ്ക്ക് അത്
വെർത്താന്ന് തന്നെ പറയാം കേട്ടോ. എന്തായാലും പോയി കണ്ടോളൂ. ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പം നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ആ സിനിമയുടെ ഡിസ്കഷനായിരുന്നു. അതൊക്കെ സംസാരിച്ചു. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ പോവാണ്. അഞ്ചു പറയാനുള്ള എന്ത് നല്ല പടാൽ കീത്തു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വണ്ടി എടുക്കട്ടെ. ഇപ്പം നമ്മുടെ വണ്ടിയുടെ തൊട്ടപ്പുറത്തൊരു ഹൈ റൈഡർ കിടന്നിട്ടുണ്ടായിരുന്നു. ഇന്നോവയുടെ തന്നെ, ടൊയോറ്റയുടെ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈ റൈഡർ വണ്ടി. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ നോക്കി നിന്നതായിരുന്നു. അങ്ങനെ നേരെ കാറെടുത്ത് നമ്മുടെ വരുന്ന വഴിക്ക് അമ്മേനെ ഇറക്കി കൊടുത്തു. ഞങ്ങളുടെ പണിക്കാട്ടിലെത്തിൻ്റെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ, സീ യു.